ബോർഡിലേക്ക് നോക്കാം. അപ്പൊ എക്സസൈസ് 1-ൽ മൊത്തം 4 ചോദ്യങ്ങളാണ് ഉള്ളത്. ബോർഡ് നോക്കിയിരിക്കുക. ഞാൻ പറഞ്ഞതിന് ശേഷം മാത്രം ബുക്കിലേക്ക് നോക്കിയാൽ മതി. അപ്പൊ അതിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം. നിങ്ങൾ 8ാം ക്ലാസ്സിൽ പഠിച്ച കാര്യമാണ്. അവിടെ നിന്നാണ് ഈ കണക്ക് തുടങ്ങുന്നത്. ബോർഡിലേക്ക് നോക്കാം. 1ന്റെ സ്ക്വയർ 1, 2ന്റെ സ്ക്വയർ 3ന്റെ സ്ക്വയർ 4ന്റെ സ്ക്വയർ 16 ആണോ? 5ന്റെ സ്ക്വയർ. ഇവരൊക്കെ ആരാണ്? ആരുടെ സ്ക്വയർ? കൗണ്ടിങ് നമ്പേഴ്സിന്റെ സ്ക്വയർ അഥവാ നാച്ചുറൽ നമ്പറിന്റെ സ്ക്വയർ. മലയാളത്തിൽ പറഞ്ഞാൽ എണ്ണൽ സംഖ്യയുടെ വർഗങ്ങൾ ആണല്ലോ. അതിനെന്തോ ഒരു പേര് പറയുന്നു, പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എന്ന് പറയുന്നു. അപ്പൊ ഞാൻ ഈ ബോർഡിൽ എഴുതി വെച്ചേക്കുന്ന നമ്പറുകളൊക്കെ ആരാണ്? പെർഫെക്റ്റ് സ്ക്വയറുകളാണ്. ബുദ്ധിമുട്ടെന്തെങ്കിലും ഉണ്ടോ? ഇനി ഉണ്ടോ? ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഇതേക്ക് ക്ലിയർ ആയോ? ഇനി ബോർഡിലേക്ക് തുടയ്ക്കട്ടെ. 2 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ. ഇപ്പൊ ഇവിടെ നോക്കണം, പിന്നെ നോട്ടിനകത്ത് നോക്കാം. 2 സ്ക്വയർ എത്ര? 2 സ്ക്വയർ എത്ര? 4. 4 മൈനസ് 1 സ്ക്വയർ എത്ര? ആൻസർ. അടുത്തത് 3 സ്ക്വയർ മൈനസ് 2 സ്ക്വയർ. 9 മൈനസ് ഈക്വൽ. അപ്പൊ ഇനി അടുത്ത എന്തുവരും? 4 സ്ക്വയർ മൈനസ് 4 സ്ക്വയർ എത്ര? 16 മൈനസ് 3 സ്ക്വയർ. 16-ൽ നിന്ന് 9 കുറച്ചാൽ ഈ 3 സ്റ്റെപ്പ് ക്ലിയർ ആയോ? ഈ കിട്ടിയ ഉത്തരത്തിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ട്? ഇവരെല്ലാം ആരാണ്? അപ്പൊ നിങ്ങൾക്ക് 3 എന്ന ഓഡ് നമ്പർ കിട്ടാൻ 2ന്റെ സ്ക്വയറിൽ നിന്ന് 1ന്റെ സ്ക്വയർ കുറച്ചാൽ മതി. 5 എന്ന ഓഡ് നമ്പർ കിട്ടാൻ 3ന്റെ സ്ക്വയറിൽ നിന്ന് 2ന്റെ സ്ക്വയർ കുറച്ചാൽ മതി. 7 എന്ന ഓഡ് നമ്പർ കിട്ടാൻ, ഒറ്റ സംഖ്യ കിട്ടാൻ 4ന്റെ സ്ക്വയറിൽ നിന്ന് 3ന്റെ സ്ക്വയർ കുറച്ചാൽ മതി. ഇത്രയും കാര്യം ക്ലിയർ ആയോ എല്ലാവർക്കും? ഇനി ചോദ്യം ഒന്ന് വായിച്ച എല്ലാരും. ദേക്ക് ഇത്രയും ക്ലിയർ ആയോ? ഒന്ന് ബാക്കി വെച്ചാട്ടെ. We have seen in class 8 that any odd number can be written as the difference of 2 perfect square. ഏതൊരു ഓഡ് നമ്പറിനെയും 2 പെർഫെക്റ്റ് സ്ക്വയറുകളുടെ എന്തായിട്ട് എഴുതാം? ഡിഫറൻസ് ആയിട്ട് എഴുതാം. എന്തായിട്ട് എഴുതാം? ഡിഫറൻസ് ആയിട്ട് എഴുതാം. ബാക്കി യൂസ് ദിസ്. ഈ ഐഡിയ നിങ്ങൾ ഉപയോഗിക്കണം. ഉപയോഗിച്ചുകൊണ്ട് ടു ഡ്രോ എ സ്ക്വയേഴ്സ് ഓഫ് ഏരിയ 7 സ്ക്വയർ സെന്റിമീറ്റേഴ്സ് ആൻഡ് 11 സ്ക്വയർ സെന്റിമീറ്റർ. നിങ്ങൾ 2 സ്ക്വയറുകൾ വരയ്ക്കണം. അതിൽ ഒരു സ്ക്വയറിന്റെ ഏരിയ 7 സ്ക്വയർ സെന്റിമീറ്ററും രണ്ടാമത്തെ സ്ക്വയറിന്റെ ഏരിയ 11 സ്ക്വയർ സെന്റിമീറ്ററും ആയിരിക്കണം. ഇനി വാട്ട് ആർ ദി the length of the sides of these squares? ഈ 2 സ്ക്വയറുകളുടെയും ഓരോ വശത്തിന്റെയും നീളം എന്തായിരിക്കും? ചോദ്യം മനസ്സിലായ എല്ലാവർക്കും? ചോദ്യം മനസ്സിലായ എല്ലാവർക്കും? ഓൾ സ്റ്റാൻഡപ്പ് ഒന്ന് ചോദ്യം വായിച്ചു നോക്കൂ. ശ്രദ്ധിക്കും. നമ്മൾ 2 പാർട്ടായിട്ട് ചെയ്യാൻ പോകും. എത്ര പാർട്ടാണ്? ഇത്രയും ക്ലിയർ ആയോ? ഓക്കെ. എല്ലാരും ബോർഡിലേക്ക് നോക്കാം. ഐശ്വര്യ, 2 പാർട്ടായിട്ട് നമ്മൾ ചെയ്യാൻ പോവാം. അവിടെ ചെറിയ മിസ്റ്റേക്ക് ഒക്കെ നമുക്ക് കറക്റ്റ് ചെയ്യണം. ഒന്നാമത്തേത് പാർട്ട് 1. പാർട്ട്
പാർട്ട് 1 നമ്മൾ ആദ്യത്തെ സ്ക്വയർ പരിഗണിക്കുന്നു. ആരെ പരിഗണിക്കുന്നു? ആദ്യത്തെ സ്ക്വയർ. ഞാനൊരു സ്ക്വയർ റഫായിട്ട് വരച്ചു. ഈ സ്ക്വയറിനെ കുറിച്ച് എന്തോ ഒരു സംഗതി ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ടല്ലോ. ഈ സമചതുരത്തിനെ കുറിച്ച് എന്തോ ഒരു കാര്യം പറയുന്നുണ്ടല്ലോ. ഇതിന്റെ ഏരിയ അപ്പൊ ഏരിയ ഈക്വൽ ഏരിയ ഈക്വൽ 7 സെന്റിമീറ്റർ സ്ക്വയർ. അപ്പൊ അതിനു മുമ്പേ നമ്മൾ ഇതിന്റെ ഒരു സൈഡ് തൽക്കാലത്തേക്ക് എന്തെന്ന് എടുക്കുന്നു? അവിടെ ചില തിരുത്തൽ വരുത്താനുണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഒരു സൈഡ് എന്തായിട്ട് എടുക്കുന്നു? എ. ഒരു സൈഡ് എ ആണെങ്കിൽ ഏരിയ എന്ത് വരും? ഒരു സൈഡ് എ ആണെങ്കിൽ സ്ക്വയറിന്റെ ഏരിയ എ സ്ക്വയർ. സ്ക്വയറിന്റെ ഒരു സൈഡ് എ വരുമ്പോഴല്ലേ അതിന്റെ ഏരിയ എ സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പൊ വിച്ച് ഇംപ്ലൈസ് എ സ്ക്വയർ ഈക്വൽ എ സ്ക്വയറിന്റെ വില 7 ആണെങ്കിൽ എയുടെ വില എന്തായിരിക്കും? √7. എയുടെ വില എന്താണ്? ഈ എ ആരാ? അപ്പൊ വിച്ച് ഇംപ്ലൈസ് 1 സൈഡ് ഈക്വൽ ഒരു വശം സമം എ ഈക്വൽ √7 സെന്റിമീറ്റർ. അപ്പൊ തിരിച്ചു പറഞ്ഞാൽ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സ്ക്വയറിന്റെ സമചതുരത്തിന്റെ ഒരു വശം ഒരു സൈഡ് എത്ര ആണെങ്കിൽ റൂട്ട് മിണ്ടായിരിക്കുന്നത് √7 ആണെന്നുണ്ടെങ്കിൽ ആ സ്ക്വയറിന്റെ ഏരിയ പരപ്പളവ് എത്ര വരും? 7 സെന്റിമീറ്റർ സ്ക്വയർ വരും. ക്ലിയർ ആയോ? ഐഡിയ ക്ലിയർ ആയോ? അവിടെ ഒന്ന് തിരുത്തൽ വരുത്താനുണ്ട്. ഒന്ന് ബോർഡിൽ നോക്കി തിരുത്തിയാട്ടെ. ആ നോട്ടിൽ ഒന്നിന്റെ അടുത്ത് ഒന്ന് തിരുത്തണേ ആദ്യം തുടങ്ങുന്നിടത്ത്. ബോർഡിൽ നോക്കി ആവശ്യമായ തിരുത്തൽ വരുത്തുക. ആ സമയത്ത് മറ്റ് അനാവശ്യമായ ചർച്ച നടത്തുന്നവരെ ഞാൻ വേദിയിലേക്ക് വിളിച്ച് ആദരിക്കുന്നതായിരിക്കും. അയ്യോ അയ്യോ അങ്ങനെ അവർ ചോദിച്ച ചോദ്യത്തിലെ രണ്ടാമത്തെ പാർട്ടിന്റെ ഉത്തരം നമുക്ക് കിട്ടി. എന്തുവാണ് ചോദ്യത്തിന്റെ രണ്ടാമത്തെ ഭാഗം? വാട്ട് ആർ ദ ലെങ്ത് ഓഫ് ദ സൈഡ് ഓഫ് ദീ സ്ക്വയേഴ്സ്? ഈ സ്ക്വയറുകളുടെ സൈഡുകളുടെ ലെങ്ത് എത്ര ആണെന്ന്. അതിൽ ഒരെണ്ണത്തിന് ഉത്തരം കിട്ടി എത്ര? √7. ഇനി ബാക്കിയുണ്ട് ചോദ്യം. എങ്ങനെയാണ്? യൂസ് ദിസ് ടു ഡ്രോ ദ സ്ക്വയർ ഓഫ് ഏരിയ 7 സ്ക്വയർ സെന്റിമീറ്റർ. അപ്പോഴേ നമ്മുടെ സ്ക്വയറിന്റെ ഒരു സൈഡ് എത്ര വരണം? √7. എങ്കിലേ അതിന്റെ ഏരിയ എത്ര വരത്തുള്ളൂ? ഒരു ചെറിയ പ്രശ്നം. സ്ക്വയറിന്റെ ഒരു സൈഡ് √7 വന്നാലേ സ്ക്വയറിന്റെ ഏരിയ എത്ര എന്ന് വരത്തുള്ളൂ? ഒരു ചെറിയ പ്രശ്നം. അതല്ല പറട്ടെ. സ്ക്വയറിന്റെ ഒരു സൈഡ് √7 ആകുമ്പോഴാണ് ഏരിയ എത്ര എന്ന് വരുന്നത്? 7 എന്ന് വരുന്നത്. ഇനി അത് വരയ്ക്കുന്നതിന് ചെറിയ പ്രശ്നമുണ്ട്. √7 എന്ന് പറയുന്ന സംഖ്യ എവിടെ ഇല്ല? നമ്മുടെ കയ്യിലുള്ള സ്കെയിലില്ല. അപ്പൊ ഇത് സ്കെയിലിൽ കിട്ടുന്ന ഒരു നമ്പരാക്കി എന്ത് ചെയ്യണം? മാറ്റണം. അതിനുള്ള ഐഡിയയാണ് ഞാൻ പറയാൻ പോകുന്നത്. ബോർഡിലേക്ക് നോക്കിയിരിക്കാം. നിങ്ങൾ ഈ എഴുതി വെച്ചേക്കുന്നുണ്ട് ഈ ലാസ്റ്റ് സ്റ്റെപ്പ് കണ്ടോ? ഒന്ന് വായിച്ചേ. 4 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ ഈക്വൽ 16 മൈനസ് 9 ഈക്വൽ. ഓക്കെ, ഞാൻ ഒരു റൈറ്റ് ആംഗിളിന്റെ ട്രയാംഗിൾ പരിഗണിക്കുന്നു. ഇത് പരിഗണിക്കുന്നു. റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ പരിഗണിക്കും. ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ 2 പെർപെൻഡിക്കുലർ സൈഡുകളായിട്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ 4ഉം 3ഉം എടുക്കും. 4. അപ്പോൾ അങ്ങനെ വരുമ്പോ
ഇതിന്റെ ഹൈപ്പോട്ടിന്യൂസ് എന്ത് വരും? ഇതിന്റെ ഹൈപ്പോട്ടിന്യൂസ് ഇവിടെ എന്ത് വരും? അല്ല, 16ൽ നിന്ന് 9 കുറച്ചാലല്ലേ 7 കിട്ടത്തുള്ളൂ. അപ്പൊ നമ്മള് ഇതിലെ 4 ഹൈപ്പോട്ടിന്യൂസ് ആയിട്ടും 3 ബേസ് ആയിട്ടും എടുക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വേണ്ടി ഈ ഓൾട്ടിറ്റ്യൂഡിന്റെ വില എന്ത് വരും? 4 മൈനസ് ആണ്. പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്താൽ ഇത് ഹൈപ്പോട്ടിന്യൂസ്, ഇത് ബേസ്, ഇത് ഓൾട്ടിറ്റ്യൂഡ്. ഹൈപ്പോട്ടിന്യൂസ് സ്ക്വയർ ഈക്വൽ ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ആണ്. നമുക്കറിയാവുന്നവരൊക്കെ വില പറഞ്ഞു. ഹൈപ്പോട്ടിന്യൂസ് 4, 4 സ്ക്വയർ ഈക്വൽ 3 സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ആണോ? 4ന്റെ സ്ക്വയർ 16 സമം 9 അധികം ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. 9 ഇപ്പുറത്ത് കൊണ്ടുവന്നേ. 16 മൈനസ് 9 ഈക്വൽ ഓൾട്ടിറ്റ്യൂഡിന്റെ സ്ക്വയർ. 16 9 കുറച്ചാൽ 7. 7 ഈക്വൽ ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. അപ്പൊ ഓൾട്ടിറ്റ്യൂഡ് എത്ര വരും? √7. ഓൾട്ടിറ്റ്യൂഡ് എത്ര വരും എന്ന് പറഞ്ഞാൽ 3 സെന്റിമീറ്റർ ബേസും 4 സെന്റിമീറ്റർ ഹൈപ്പോട്ടിന്യൂസുമുള്ള ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളിന്റെ ഒരു മട്ട ത്രികോണത്തിന്റെ ഓൾട്ടിറ്റ്യൂഡിന്റെ ലെങ്ത് ആണ് അതിന്റെ ഉന്നതിയുടെ നീളമാണ് എത്ര എന്ന് പറയുന്നത്? റൂട്ട്. അപ്പോ ഈ √7 സൈഡ് ആക്കി എടുത്തുകൊണ്ട് നിങ്ങൾ ഒരു സ്ക്വയർ വരച്ചാൽ ആ സ്ക്വയറിന്റെ അതിന്റെ ഏരിയ എത്ര വരും? 7. ഒന്നുകൂടെ പറയുന്നു, നമ്മളോട് ഒരു സ്ക്വയർ വരയ്ക്കാൻ പറഞ്ഞു. സ്ക്വയറിന്റെ ഒരു സൈഡ് ക്വസ്റ്റിന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. നമ്മൾ എന്തായിട്ട് എടുത്തു? അതിന്റെ ഏരിയ എന്ത് പറഞ്ഞെന്ന് ക്വസ്റ്റിന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മള് ഒരു സൈഡ് ഏരിയ 7 സെന്റിമീറ്റർ സ്ക്വയർ. ഒരു സൈഡ് എ ആണെങ്കിൽ ഏരിയ എന്ത് വരും? എ സ്ക്വയർ. എ സ്ക്വയറിന്റെ വില എ സ്ക്വയർ 7 ആണെങ്കിൽ എയുടെ വില √7 എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ക്വയറിന്റെ ഒരു സൈഡ് എത്ര വരണം? അപ്പോഴാണ് ഒരു ചെറിയ പ്രശ്നം ഉണ്ടായത്. എന്തോ പ്രശ്നം? ഈ √7 എന്ന് പറയുന്നത് എവിടെ കിട്ടുന്ന മെഷർമെന്റ് അല്ല, സ്കെയിലിൽ കിട്ടുന്ന മെഷർമെന്റ്. അപ്പൊ നമ്മളൊരു ഐഡിയ പ്രയോഗിച്ചു. അതിനാണ് ക്വസ്റ്റ്യനകത്തിൽ ഒരു തുടക്കത്തിലൊരു കാര്യം പറഞ്ഞത്. 2 പെർഫെക്റ്റ് സ്ക്വയേഴ്സിന്റെ ഡിഫറൻസ് ആയിട്ട് ആരെ എഴുതാൻ പറ്റും? എല്ലാ ഓഡ് നമ്പറുകളെയും എഴുതാൻ പറ്റും. അപ്പൊ ഓഡ് നമ്പറായ 7 എങ്ങനെ എഴുതി വെച്ചേക്കുന്നത്? 4 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ ഈക്വൽ 16 മൈനസ് ഇതിലെ 4 ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളിന്റെ ആരാക്കുക? ഹൈപ്പോട്ടിന്യൂസ്. ഈ 3 ബേസും ആക്കുക. അങ്ങനെയാണെങ്കിൽ പൈതഗോറസ് തിയറം വെച്ച് നമുക്ക് ആരെ കണ്ടുപിടിക്കാം? ഓൾട്ടിറ്റ്യൂഡ് കണ്ടുപിടിക്കാം. ഓൾട്ടിറ്റ്യൂഡ് അപ്പൊ എത്ര കിട്ടും? √7 കിട്ടും. ഇത്രയും കാര്യം ക്ലിയർ ആയോ? നോട്ടിനകത്തിൽ ഈ വിവരങ്ങളുണ്ടോ നോക്കിക്കൂ. ആ വരച്ചിരിക്കുന്ന നോട്ടിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. എന്താ മിസ്റ്റേക്ക്? എന്താ മിസ്റ്റേക്ക് ഉള്ളത്? ആ വരച്ചിരിക്കുന്ന പടത്തിനകത്തുള്ള മിസ്റ്റേക്ക് എന്തുവാ? ഹൈപ്പോട്ടിന്യൂസ് ആണ് √7 എഴുതി വെച്ചേക്കണം. അത് നിങ്ങൾ തിരുത്തണം. എങ്ങനെ ആക്കണം? ഹൈപ്പോട്ടിന്യൂസ് 4 ആക്കണം, ബേസ് 3 ആക്കണം. അപ്പം ഓൾട്ടിറ്റ്യൂഡ് അഥവാ ഹൈറ്റ് എത്ര വരും? √7 വരും. ഈ എക്സ്പ്ലനേഷൻ വേണമെന്ന് താല്പര്യമുള്ളവര് സൈഡിൽ വർക്കിംഗ് കോളത്തോടെ എഴുതിയിട്ടേക്കാം. ദേക്ക് മനസ്സിലായോ ഇത്രയും കാര്യങ്ങൾ? മനസ്സിലായി. അപ്പൊ ഇനി നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ഒരു ഫിഗർ വരയ്ക്കാനുണ്ട്. ഞാൻ അടുത്ത ചോദ്യം കൂടെ പറഞ്ഞിട്ട് ഫിഗർ ഒരുമിച്ച് ഞാൻ ബോർഡിൽ വരയ്ക്കാം. ഈ ബോർഡിലല്ല, ബ്ലാക്ക് ബോർഡ് എടുത്ത് വെച്ചിട്ട് അതിൽ ജോമെട്രിക്കൽ ബോക്സ് വെച്ച് വരയ്ക്കാം. അപ്പൊ നിങ്ങൾ എന്റെ കൂടെ എവിടെ വരയ്ക്കണം? ഒരു റഫ് ബുക്കിൽ അല്ലെങ്കിൽ റഫ് പേപ്പറിൽ കൊണ്ടുവരാൻ പറഞ്ഞില്ലേ ഞാൻ, അതിനകത്ത് എന്റെ കൂടെ വരയ്ക്കണം. ഇപ്പൊ ഞാൻ ബ്ലാക്ക് ബോർഡ് എടുത്ത് വെക്കാത്തതിന്റെ കാര്യം, അപ്പൊ പിന്നെ അടുത്ത എഴുതാൻ നേരത്ത് വീണ്ടും എടുത്ത് മാറ്റേണ്ടി വരും.
അപ്പൊ അടുത്ത കൂടെ പറഞ്ഞിട്ട് നമുക്ക് രണ്ട് പടവും കൂടെ ഒരുമിച്ച് വരയ്ക്കാം. പറയട്ടെ പറയട്ടെ അടുത്തയിലേക്ക്. പാർട്ട് 2. പാർട്ട് 2 ഒരു സ്ക്വയറിനെ കുറിച്ചാണല്ലോ പറയുന്നത്. ആണോ? ആണ്. അതിന്റെ ഒരു സൈഡ് നമ്മൾ എന്തായിട്ട് എടുക്കുന്നു? എ ആയിട്ട് എടുക്കുന്നു. അപ്പോൾ ഏരിയ എത്രയാണെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്? 11 സെന്റിമീറ്റർ സ്ക്വയർ. ക്വസ്റ്റ്യനകത്ത് തന്നിട്ടുണ്ട്, ഉണ്ടല്ലോ. ഒരു സൈഡ് എ ആണെങ്കിൽ ഏരിയ എന്തോ വരും? എ സ്ക്വയർ. എ സ്ക്വയർ ഈക്വൽ 11. എ സ്ക്വയർ 11 ആണെങ്കിൽ എ എത്ര കിട്ടും? റൂട്ട് ഇനി തിരിച്ചു പറയൂ. ഒരു സ്ക്വയറിന്റെ ഒരു സമചതുരത്തിന്റെ ഒരു വശത്തിന്റെ നീളം ഒരു സൈഡിന്റെ ലെങ്ത് റൂട്ട് 11 ആണെങ്കിൽ ആ സ്ക്വയറിന്റെ ഏരിയ പരപ്പളവ് എത്ര കിട്ടും? 11 സെന്റിമീറ്റർ സ്ക്വയർ കിട്ടും. ക്ലിയർ? പക്ഷെ ഒരു ചെറിയ പ്രശ്നം. റൂട്ട് 11 എന്ന് പറയുന്ന സംഖ്യ എവിടെ ഇല്ല? സ്കെയിലില്ല. അപ്പൊ സ്കെയിലിൽ കിട്ടാൻ ഇതിന്റെ അടുത്ത വരി എഴുതിയാൽ മതി. പറഞ്ഞാട്ട് ഇതിന്റെ അടുത്ത വരി എന്തോ? 5 സ്ക്വയർ മൈനസ് 5 സ്ക്വയർ എത്ര? 25 മൈനസ് 4 സ്ക്വയർ 16. 25 നിന്ന് 16 കുറച്ചാൽ എത്ര? 9. നമുക്ക് എത്ര വരണ്ടേ? 11. അപ്പൊ പറഞ്ഞിട്ട് അടുത്തത് 6 സ്ക്വയർ മൈനസ് 5 സ്ക്വയർ. 6 സ്ക്വയർ എത്ര? മൈനസ് 5 സ്ക്വയർ. 36 നിന്ന് 25 കുറച്ചാൽ 11. ഇതല്ലേ നമുക്ക് ആവശ്യമുള്ള സ്റ്റെപ്പ്? ഇനി ഇത് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആക്കി പറഞ്ഞു. ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ ഒരു മട്ടത്രികോണത്തിന്റെ ഹൈപ്പോട്ടന്യൂസ് ആയിട്ട് കർണമായിട്ട് ആരെ എടുക്കുക? 6നെ എടുക്കുക. അപ്പൊ ബേസ് ആയിട്ടോ പാദമായിട്ടോ 5 എടുക്കുക. ആരെടുക്ക? അപ്പോൾ അതിന്റെ ഓൾട്ടിറ്റ്യൂഡ് ലംബം എന്ത് കിട്ടും? റൂട്ട് 11 എന്ന് കിട്ടും. എന്തെന്ന് കിട്ടും? എന്ത് അപ്ലൈ ചെയ്യുമ്പോ? പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യുമ്പോ. ഇത് നോട്ടിലുണ്ടോ നോക്കിക്ക്. നോട്ടിലുണ്ടോ? നോട്ടിനകത്തിലുണ്ടോ? ഉണ്ട്. വേക്ക് രണ്ടാമത്തേത് ക്ലിയർ ആയോ? ഓക്കെ. നമ്മൾ ഇനി ഇതിന്റെ ഫിഗർ വരയ്ക്കാൻ പോകും. ഓക്കെ, ഓൾ സ്റ്റാൻഡപ്പ്. ഇത്രയും വായിച്ചു നോക്കുക. മനസ്സിലാകുന്നവർക്ക് ഇരിക്കാം, ഡൗട്ട് ഉണ്ടെങ്കിൽ നിൽക്കാം. ക്ക് ബ്ലാക്ക് ബോർഡ് കാണാൻ പറ്റുന്നുണ്ടോ? അപ്പൊ നമ്മള് റൂട്ട് 7 സൈഡുള്ള എന്ത് വരയ്ക്കാൻ പോവാണ്? ഒരു സ്ക്വയർ വരയ്ക്കാൻ പോവാ. എന്ത് വരയ്ക്കാൻ പോവാണ്? അതിന്റെ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം താഴെ നമുക്ക് ഇഷ്ടമുള്ള നീളത്തിൽ ഒരു വര വരയ്ക്കാം. ആ വരയ്ക്ക് പ്രത്യേകിച്ച് നീളമൊന്നുമില്ല. നമുക്ക് ഇഷ്ടമുള്ള നീളത്തിൽ ഒരു വര എന്ത് ചെയ്യുക? ആദ്യം വരയ്ക്കും. ഞാനിപ്പോ ഒരു ചെറിയ ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും ഒക്കെ ഇച്ചിരി നീട്ടി അങ്ങ് വരയ്ക്കുക കേട്ടോ. ഒന്നാമത്തെ സ്റ്റെപ്പ് കൂടി കിട്ടിയും വരച്ചാട്ടോ. ഇഷ്ടമുള്ള നീളത്തിൽ ഒരു വര അങ്ങോട്ട് വരയ്ക്കാം. കൺസ്ട്രക്ഷൻ എല്ലാം ഈ വരയുടെ മുകളിലാണ് ചെയ്യാനുള്ളത്. അപ്പൊ അതനുസരിച്ച് വേണം ഈ വര വരയ്ക്കാൻ. ഇതിന്റെ മുകളിലാണ് ഇനി എന്ത് ചെയ്യാനുള്ളത്? കൺസ്ട്രക്ഷൻ ചെയ്യണം. പറഞ്ഞോ? ഹലോ ഹലോ, ഒറ്റ കാര്യം പറഞ്ഞിട്ടുള്ളൂ. ഒരു വര ഇഷ്ടമുള്ള നീളത്തിൽ അങ്ങോട്ട് വരയ്ക്കാം. ക്ലിയർ ആണല്ലോ? നിങ്ങൾ നോക്കി. ഇപ്പൊ വരച്ച വരയിൽ ഞാൻ ഒരു 3 സെന്റിമീറ്റർ എടുക്കാൻ പോവാം. എത്ര സെന്റിമീറ്റർ ആണ്? 3. ബോർഡിലേക്ക് നോക്കാം. ഞാൻ സ്കെയിൽ ഇവിടെ കൊണ്ടുവന്ന് വെക്കുന്നു. ഒരു 3 സെന്റിമീറ്റർ അളക്കുന്നു. എത്ര സെന്റിമീറ്റർ ആണ്? എത്ര സെന്റിമീറ്റർ ആണ്? എത്ര സെന്റിമീറ്റർ? 3 സെന്റിമീറ്റർ അളക്കുന്നു. ഇവിടെ നിന്നാണ് കേട്ടോ. ഈ വലതുവശത്ത് നിന്ന് ഇടത്തോട്ട് ഒരു 3 സെന്റിമീറ്റർ അളന്നു.
ഈ പോയിന്റിന് എ എന്ന പേര് കൊടുക്കുക, ഇതിന് ബി എന്ന പേര് കൊടുക്കുക. അപ്പൊ എ തൊട്ട് ബി വരെ എത്ര സെന്റിമീറ്റർ നീളമുണ്ട്? 3 സെന്റിമീറ്റർ നീളം ഉണ്ട്. ഓക്കെ, ആ 3 സെന്റിമീറ്റർ എ ബി അളക്കുന്നത് ദേക്ക് മനസ്സിലായോ? യെസ് സാർ. ഓക്കെ. വരച്ചോ, വരച്ചോ എല്ലാവരും, മൊത്തം പേര് വരച്ചോ. പിള്ളേരെ മിണ്ടായിരിക്കണം, വരച്ചോ, വരച്ചു. വേണ്ടേ? ഈ വരയുടെ ഇങ്ങേ അറ്റമായ എ മുതൽ ലെഫ്റ്റിലോട്ടാണ് ഞാൻ എത്ര സെന്റിമീറ്റർ എടുത്തേക്കുന്നത്? 3 സെന്റിമീറ്റർ എടുത്തിരിക്കുന്നത്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ആ, ഇനി എല്ലാവരും ബോർഡിലേക്ക് നോക്ക്. നിങ്ങളുടെ ഇൻസ്ട്രുമെന്റ് ബോക്സിൽ വേണ്ടി ഇങ്ങനൊരു ഉപകരണം ഉണ്ടല്ലേ, ഇതിന്റെ പേര് പ്രൊട്രാക്ടർ. ശ്രദ്ധിക്കുക, ആരും ഒന്നും എടുക്കണ്ട, ബോർഡിലേക്ക് നോക്കിയിരിക്കുക. ഞാൻ ഈ പ്രൊട്രാക്ടർ എടുത്ത് ബിയിൽ കൊണ്ടുവന്ന് വെക്കുന്നു. പ്രൊട്രാക്ടർ വെക്കുന്നു, പ്രൊട്രാക്ടർ വെക്കുന്നു, പ്രൊട്രാക്ടർ വെച്ചേക്കുന്ന കണ്ടോ, കണ്ടോ? എന്നിട്ട് ഞാനൊരു 90 ഡിഗ്രി അടയാളപ്പെടുത്തുന്നു. 90 ഡിഗ്രി അടയാളപ്പെടുത്തുന്നു. എത്ര ഡിഗ്രിയാണ്? ഹലോ, ഇവിടെ ഇവിടെ 90 ഡിഗ്രി. പ്രൊട്രാക്ടർ മാറ്റി. ഈ 90 ഡിഗ്രി അടയാളപ്പെടുത്തിയ പോയിന്റും ഈ ബിയും കൂടെ ഞാൻ സ്കെയിലും പെൻസിലും വെച്ച് എന്ത് ചെയ്യുന്നു? യോജിപ്പിക്കും. ഇത് എത്ര ഡിഗ്രിയാ? 90 ഡിഗ്രി. ഇതിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇതേ 90 ഡിഗ്രി ഉള്ള വര കോമ്പസും സ്കെയിലും പെൻസിലും ഉപയോഗിച്ചും വരയ്ക്കാം. മനസ്സിലായോ? കോമ്പസും സ്കെയിലും പെൻസിലും ഉപയോഗിച്ചും അങ്ങനെ വരച്ചാലും ശരിയാണ്. വരച്ചാട്ടെ. 90 ഡിഗ്രി ഉള്ളത് വരയ്ക്കുന്നത് ക്ലിയർ ആയോ? യെസ് സാർ. അല്ല, അതൊന്നും ഞാൻ പറഞ്ഞില്ല, അതിനാണ് മുകളിലോട്ട് വരയ്ക്കാൻ പറഞ്ഞത്. 90 ഡിഗ്രി ഉള്ള വര മുകളിലേക്ക് വരയ്ക്കാം. വരച്ചോ? 90 ഡിഗ്രി ഉള്ള വര മുകളിലോട്ട് വരച്ചോ? ഡിഗ്രി ഉള്ള വര മുകളിലോട്ട് വരച്ചോ? അത് ഇച്ചിരി മുകളിലോട്ട് അങ്ങ് നീട്ടി വരച്ചോ, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇച്ചിരി നീളം കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല. ഹലോ, ഈ മുകളിലോട്ടുള്ള വരയിലല്ലേ √7 കിട്ടേണ്ടത്, അല്ലേ? ഈ പെർപെൻഡിക്കുലർ ലൈനിന്റെ ലെങ്ത് അല്ലേ √7, ഓൾട്ടിറ്റ്യൂഡ് അതല്ലേ √7. അയ്യോ, അതെങ്ങനെ കിട്ടും? അതിനാണ് നമ്മൾ വേണ്ടി 4 ഉപയോഗപ്പെടുത്താൻ പോകുന്നത്. എല്ലാവരും കൂടെ നോക്കിയിരിക്കാം. കോമ്പസ്. എന്താണ് കോമ്പസ്? ഞാൻ വരയ്ക്കുമ്പോൾ ഇവിടെ ശ്രദ്ധിച്ചിരിക്കണം. കോമ്പസ് എടുത്തിട്ട് കോമ്പസിൽ നമ്മള് ഒരു 4 സെന്റിമീറ്റർ അകലം എടുക്കണം. എത്ര സെന്റിമീറ്റർ ആണ്? എത്ര സെന്റിമീറ്റർ? എത്ര സെന്റിമീറ്റർ ആണ്? 4 സെന്റിമീറ്റർ എടുത്തല്ലോ. കോമ്പസിന്റെ മുന എയിൽ കുത്തണം. കോമ്പസിന്റെ മുന. എന്നിട്ട് ഈ മുകളിലോട്ട് വരച്ച വരയെ ഒന്ന് കട്ട് ചെയ്യണം. മുകളിലോട്ട് വരച്ച വരയെ എന്ത് ചെയ്യണം? ഒന്ന് കട്ട് ചെയ്യണം. ഈ കട്ട് ചെയ്ത പോയിന്റ് ഉണ്ടല്ലോ, ആ പോയിന്റിന് നമ്മൾ എന്ത് പേര് കൊടുക്കുന്നു? സി. അപ്പോൾ ഈ ബി തൊട്ട് സി വരെയുള്ള ദൂരമാണ് റൂട്ട്. അപ്പൊ ഇനി ഒരാളെ കൂടെ വരയ്ക്കാനുണ്ടല്ലോ, അതാരാ? ഈ എയും ഈ സിയും കൂടെ യോജിപ്പിക്കണം. എയും സിയും കൂടെ യോജിപ്പിക്കണം. എയും അതെത്ര? 4. രണ്ട്. ഈ ട്രയാങ്കിൾ അല്ലേ ഈ കിട്ടിയ ട്രയാങ്കിൾ? ഈ √7 അല്ലേ നമ്മുടെ സ്ക്വയറിന്റെ ഒരു സൈഡ്. ഇനി ഇത് അളന്നെടുത്ത് എന്ത് വരച്ചാ മതി? സ്ക്വയർ വരച്ചാ മതി. ദേക്ക് മനസ്സിലായോ ആ √7 കിട്ടിയത്? യെസ് സാർ. പോയിന്റ്.
അത്ര വരെ കിട്ടിയോ? അത്രയും വരെ കിട്ടിയോ? അത്രയും വരെ കിട്ടിയോ? ആ, ഇനി നമുക്ക് ഒരുമിച്ച് അങ്ങ് വരയ്ക്കാം. ഇനി നമുക്ക് ഒരുമിച്ച് വരയ്ക്കാം. ബോർഡിലേക്ക് നോക്കിക്കോളൂ. ഈ ബി തൊട്ട് സി വരെയുള്ള ദൂരം എന്തിൽ അളന്നെടുക്കുക? കോമ്പസിൽ അളന്നെടുക്കുക. ബി തൊട്ട് സി വരെയുള്ള ദൂരം എന്തിൽ അളന്നെടുക്കുക? കോമ്പസിൽ അളന്നെടുത്താട്ടെ. ബി തൊട്ട് സി വരെയുള്ള ദൂരം കോമ്പസിൽ അളന്നെടുക്കാം. എടുത്തോ. ഞാൻ ചെയ്യുന്ന ശ്രദ്ധിച്ചു നോക്കി. കോമ്പസിന്റെ മുന ബിയിൽ കുത്തി ഈ ഇടത്തോട്ട് വരച്ച വരയിൽ ഒരാർക്കടയാളപ്പെടുത്തുക. കോമ്പസിന്റെ മുന ബിയിൽ കുത്തി ഈ ഇടത്തോട്ട് വരച്ച വരയിൽ ഒരാർക്ക് അടയാളപ്പെടുത്തുക. ബലപ്പെടുത്തിയോ? അപ്പൊ ഇത് എത്ര ഉണ്ട്? √7. കോമ്പസിന്റെ അളവ് മാറ്റിയിട്ടില്ലല്ലോ. കോമ്പസിന്റെ മുന വേണ്ട ഈ പോയിന്റിൽ കുത്തിക്കൊണ്ട് മുകളിലോട്ട് അടുത്ത ആർക്ക് വരയ്ക്കുക. ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ നോക്കണം. കോമ്പസിന്റെ മുന ബിയിൽ കുത്തിക്കൊണ്ട് മുകളിലോട്ട് അടുത്ത ആർക്ക് വരയ്ക്കുക. പഠിച്ചോ? വീണ്ടും കോമ്പസിന്റെ അളവ് മാറ്റിയിട്ടില്ലല്ലോ. കോമ്പസിന്റെ മുന സിയിൽ കുത്തിക്കൊണ്ട് ലെഫ്റ്റിലോട്ട്, ഞാൻ വരയ്ക്കുമ്പോൾ ഇവിടെ നോക്കണം, എന്നിട്ട് വേണം വരയ്ക്കാൻ. ലെഫ്റ്റിലോട്ട് അടുത്ത ഒരാർക്ക് വരയ്ക്കാം. വരച്ചോ? ഓക്കെ. ഇത്ര വരച്ചോ? ഓക്കെ. അപ്പൊ വേണ്ടേ, സിയുടെ ലെഫ്റ്റിലുള്ള ഈ പോയിന്റിന് ഡി എന്ന് പേര് കൊടുക്കാം. ഡിക്ക് താഴെയുള്ള ഈ പോയിന്റിന് ഇ എന്നും പേര് കൊടുക്കാം. ഇനി ചില ആളുകളെ യോജിപ്പിച്ചാൽ മതി. ആരെയൊക്കെ? ഡിയും ഇയും കൂടെ യോജിപ്പിക്കണം. അടുത്തേ സിയും ഡിയും കൂടെ യോജിപ്പിക്കണം. നമ്മുടെ സ്ക്വയർ ഏതാണ്? പടത്തിന്റെ താഴെ എഴുതി വെക്കണം. BCDE is the required square. പടത്തിന്റെ താഴെ BCDE is the required square. ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇല്ല. വരച്ചെടുത്ത് എന്തൊരു സംശയമുണ്ടോ? ഇല്ല. ആദ്യത്തെ പടമായാലും നമുക്ക് രണ്ടാമത്തെ പടത്തിലേക്ക് തുറക്കട്ടെ. ക്ലിയർ ആയോ? രണ്ടാമത്തെ പടത്തിൽ നമ്മളോട് എത്ര ഉള്ളതായിരുന്നു വരയ്ക്കാൻ പറഞ്ഞു? 11 ഉള്ളതാണ് വരയ്ക്കാൻ പറഞ്ഞത്. അപ്പൊ നമ്മൾ ആ റൈറ്റ് ട്രയാങ്കിളിന്റെ മെഷർമെന്റ് എങ്ങനെയായിരുന്നു എടുത്തത്? ഹൈപ്പോട്ടന്യൂസ് കർണം, 6, ബേസ് പാദം 5, ഓൾട്ടിറ്റ്യൂഡ് ലംബം. അപ്പൊ എത്ര വരും? ഒരെണ്ണം വരച്ച എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് രണ്ടാമത്തെ നമുക്ക് ഒരുമിച്ച് വരയ്ക്കാം. അപ്പൊ എന്താ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യേണ്ടത്? ആദ്യം താഴെ നീളത്തിലൊരു വര അങ്ങോട്ട് വരയ്ക്കാം. താഴെ നീളത്തിൽ ഒരു വര അങ്ങോട്ട് വരയ്ക്കാം. താഴെ നീളത്തിൽ ഒരു വര അങ്ങോട്ട് വരയ്ക്കാം. വേണ്ടേ? ഈ വര തുടങ്ങുന്നിടത്ത് ഒരു പോയിന്റ് അടയാളപ്പെടുത്തിയാൽ എന്ത് പേര് കൊടുക്കുക? എ. ഓക്കെ. ഈ എയിൽ നിന്ന് എത്ര സെന്റിമീറ്റർ ലെഫ്റ്റിലോട്ട് മാറി? 5 സെന്റിമീറ്റർ. സ്കെയിൽ എടുക്കുക. എയിൽ നിന്ന് 5 സെന്റിമീറ്റർ ലെഫ്റ്റിലോട്ട് മാറി ഒരു പോയിന്റ് അടയാളപ്പെടുത്തുക. ആ പോയിന്റിന് എന്ത് പേര് കൊടുക്കുക? ബി. അപ്പൊ എ തൊട്ട് ബി വരെ എത്ര സെന്റിമീറ്റർ ഉണ്ട്? 5 സെന്റിമീറ്റർ ഉണ്ട്. ഓക്കെ ആണോ? അടുത്ത പരിപാടി
കോമ്പസ് ആണ്. പ്രൊട്രാക്ടർ എടുത്ത് ബിയിൽ കൊണ്ടുവന്ന് വെച്ച് എത്ര ഡിഗ്രി അടയാളപ്പെടുത്തുക? 90 ഡിഗ്രി, 90 ഡിഗ്രി അടയാളപ്പെടുത്തുക. ആ നീ എന്ത് ചെയ്യും? ഡിയും ആ പോയിന്റും കൂടെ എന്ത് ചെയ്യുക? ജോയിൻ ചെയ്യുക, യോജിപ്പിക്കുക. അത് ഇച്ചിരി നീട്ടി വരച്ചോളൂ. ഇവിടെ എത്ര ഡിഗ്രി? 90 ഡിഗ്രി. എവിടെ വരെ ക്ലിയർ ആണോ? ക്ലാസ്സിൽ ഇരിക്കുന്നവർക്ക് കുഴപ്പമൊന്നുമില്ല. ഇനി എന്താ അടുത്ത പരിപാടി? കോമ്പസ് എടുത്തിട്ട് കോമ്പസ് എത്ര എടുക്കണം? 6 സെന്റിമീറ്റർ കോമ്പസിൽ എടുക്കാം. കോമ്പസിൽ 6 സെന്റിമീറ്റർ എടുക്കാം. എടുത്തോ? അതിലുണ്ടൊന്നും കൊണ്ടുവന്നില്ല വരയ്ക്കാനുള്ളേ. നില്ലേ വരുവാൻ. എടുത്തോ? കോമ്പസിന്റെ മോനെ എവിടെ കുത്തുക? എയിൽ കുത്തുക. കുത്തിയിട്ട് ഈ മുകളിലോട്ട് വരച്ച വരയെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്യുക. ഈ കട്ട് ചെയ്ത പോയിന്റിന് എന്ത് പേര് കൊടുക്കും? സി എന്ന് പേര് കൊടുക്കും അല്ലേ? ഓക്കെ. അപ്പൊ ഇതിൽ ആരുടെ വിലയാണ് √11? ബി സിയുടെ വിലയാണ് √11. ബി സിയുടെ വിലയാണ്. അപ്പൊ പിന്നെ ആരാണ്ട യോജിപ്പിച്ച് വരയ്ക്കണമല്ലോ. എയും സിയും കൂടെ യോജിപ്പിച്ച് വരയ്ക്കണം. എയും സിയും കൂടെ യോജിപ്പിച്ച് വരയ്ക്കണം. അപ്പൊ അത് എത്ര വരും? 6. എന്താ പ്രശ്നം? അപ്പൊ ഈ കിട്ടിയിരിക്കുന്ന √11 നമ്മളോട് വരയ്ക്കാൻ ആവശ്യപ്പെട്ടേക്കുന്ന സ്ക്വയറിന്റെ ഒരു സൈഡ്. ഇത്രയും ക്ലിയർ ആണോ? വേണ്ടേ? ബി തൊട്ട് സി വരെയുള്ള ദൂരം എന്തിൽ അളക്കുക? കോമ്പസിൽ അളക്കുക. വരയ്ക്കുമ്പോ എന്റെ കൂടെ വരയ്ക്കണം. കോമ്പസിന്റെ മുന്നേ ബിയിൽ കുത്തി ലെഫ്റ്റിൽ ഒരു ആർക്ക് അടയാളപ്പെടുത്തുക. കോമ്പസിന്റെ മുന്നേ ബിയിൽ കുത്തി ലെഫ്റ്റിൽ ഒരു ആർക്ക് അടയാളപ്പെടുത്തുക. അടുത്തത് വേണ്ട. ഈ പോയിന്റിൽ കുത്തിക്കൊണ്ട് മുകളിൽ ഒരു ആർക്ക് അടയാളപ്പെടുത്തുക. അടുത്തേ കോമ്പസിന്റെ മുന്നേ സിയിൽ കുത്തി ലെഫ്റ്റിലോട്ട് ഒരു ആർക്ക് അടയാളപ്പെടുത്തുക. ആണോ? ബിയുടെ ലെഫ്റ്റിലുള്ളത് സി. ഈ മുകളിലുള്ളത് അല്ല, ഇവിടത്തേത് ഡി, ഈ പോയിന്റ് ഇ. ആരെയൊക്കെ യോജിപ്പിച്ച് വരയ്ക്കണം? ഇയും ഡിയും കൂടെ യോജിപ്പിക്കണം. സിയും ഡിയും കൂടെ എന്ത് ചെയ്യണം? യോജിപ്പിക്കണം. അപ്പൊ ഏതാ നമ്മുടെ സ്ക്വയർ? എഴുതുക. ബി സി ഡി ഇ ഈസ് ദി റിക്വയർഡ് സ്ക്വയർ. BCDE ആണ് ആവശ്യപ്പെട്ടിരിക്കുന്ന സമചതുരം. ഓക്കെ. അപ്പോൾ വരയ്ക്കുന്ന വിധം എല്ലാവർക്കും മനസ്സിലായോ? ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇല്ല? ദയക്ക് ക്ലിയറായോ? ഓക്കെ. ഓൾ സ്റ്റാൻഡപ്പ്. എല്ലാവരും ആ വായിച്ച സ്റ്റെപ്പ് ഒന്ന് ഓർത്ത് നോക്കിക്കല്ല, വരച്ച സ്റ്റെപ്പ് ഒന്ന് ഓർത്ത് നോക്കിക്കുക. എങ്ങനെയാണ് ആ വരച്ച സ്റ്റെപ്പ് ഒന്ന് ഓർത്ത് നോക്കിക്കുക? എങ്ങനെയാ വരച്ചതെന്ന്? ചോദ്യം വായിച്ചാട്ടെ. വാട്ട് ഈസ് ദി ഏരിയ ഓഫ് ദി സ്ക്വയർ ഇൻ ദ പിക്ചർ? ഇവിടെ ഒരു സ്ക്വയർ, ഒരു സമചതുരവും അതിനോട് ചേർന്ന് ഒരു റൈറ്റ് ട്രയാങ്കിളും ഉണ്ട്. ചോദ്യം ആരെ കുറിച്ചാണ്? ആ സ്ക്വയറിന്റെ. അപ്പൊ അവിടെ ഒരു പ്രശ്നമുണ്ട്. സ്ക്വയറിന്റെ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ
ആദ്യം സ്ക്വയറിന്റെ ഒരു സൈഡ് വേണം. സ്ക്വയറിന്റെ ഒരു സൈഡ് ക്വസ്റ്റ്യൻ അതിനുണ്ടോ? ഇല്ല. അപ്പൊ നമ്മുടെ ആദ്യത്തെ ലക്ഷ്യം സ്ക്വയറിന്റെ ഒരു സൈഡ്, ഞാൻ പറയുമ്പോ ഇവിടെ നോക്കിയിരിക്കുക, സ്ക്വയറിന്റെ ഒരു സൈഡ് കണ്ടുപിടിക്കാം. സ്ക്വയറിന്റെ ഒരു സൈഡ് എങ്ങനെ കണ്ടുപിടിക്കും? സ്ക്വയറിന്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് ഈ റൈറ്റ് ട്രയാങ്കിളിന്റെ ഓൾട്ടിറ്റ്യൂഡ് അല്ലേ? അപ്പൊ ഈ റൈറ്റ് ട്രയാങ്കിളിന്റെ എന്താദ്യം കണ്ടുപിടിച്ചാൽ മതി? ഓൾട്ടിറ്റ്യൂഡ് കണ്ടുപിടിച്ചാൽ അത് സ്ക്വയറിന്റെ ആരായിക്കോളും? സമചതുരത്തിന്റെ ഒരു സൈഡ് ആവത്തില്ലേ? ബാക്കി ചോദ്യം, വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ഇറ്റ്സ്? അതല്ലേ ആദ്യം കണ്ടുപിടിക്കണ്ടേ? അത് കണ്ടുപിടിച്ചാലല്ലേ ഏരിയ കണ്ടുപിടിക്കാൻ പറ്റൂ. സ്ക്വയറിന്റെ ഒരു സൈഡിന്റെ ലെങ്ത് കണ്ടുപിടിച്ചാലേ സ്ക്വയറിന്റെ എന്ത് കണ്ടുപിടിക്കാൻ പറ്റൂ? ഏരിയ കണ്ടുപിടിക്കാം. എല്ലാരും ബോർഡിലേക്ക് നോക്കാം. ഞാൻ എന്റെ സ്ക്വയറിന് എ ബി സി ഡി എന്നും ഇവിടെ ഇ എന്ന് പേര് കൊടുത്തു. അപ്പൊ എന്റെ ഇവിടെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഉണ്ടല്ലോ. എന്താ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ പേര്? നിങ്ങൾ ആ നോട്ടിൽ നോക്കണ്ട, എവിടെ നോക്കിയിരിക്കാൻ. റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ പേര് ഇ ഡി സി. എത്ര ഡിഗ്രി? 90 ഡിഗ്രി. അറിയാവുന്ന മെഷർമെന്റ് ഒക്കെ പറഞ്ഞേ. ഇത് 1.5, ഇത് 3. ബോർഡിലേക്ക് തന്നെ നോക്കിയിരിക്കണം, നോട്ട് പിന്നെ വായിക്കാം. യൂസിങ് പൈതഗോറസ് തിയറം. പറഞ്ഞാട്ടെ. ഹൈപ്പോട്ടിന്യൂസ് സ്ക്വയർ ഈക്വൽ ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ്. ആരാണ് ഇവിടുത്തെ ഹൈപ്പോട്ടിന്യൂസ്? അല്ല, പേര് സിഇ അല്ലെങ്കിൽ ഇ സി സ്ക്വയർ ഈക്വൽ ഇ ഡി സ്ക്വയർ പ്ലസ് സി ഡി സ്ക്വയർ ആണോ? ഈ രണ്ടക്ഷരം അങ്ങോട്ടും ഇങ്ങോട്ട് മാറിയാൽ കുഴപ്പമൊന്നുമില്ല. ഇ സി സ്ക്വയറിന് പകരം സി സ്ക്വയർ എന്ന് എഴുതാം, ഇ ഡി സ്ക്വയറിന് പകരം ഡി സ്ക്വയർ എന്ന് എഴുതാം, സി ഡി സ്ക്വയറിന് പകരം ഒന്നും കുഴപ്പമുള്ള കാര്യമൊന്നുമില്ല. അറിയാവുന്നവരൊക്കെ വില പറഞ്ഞു. 3.5 സ്ക്വയർ ഈക്വൽ 1.5 സ്ക്വയർ പ്ലസ് സി ഡി സ്ക്വയർ ആണോ? അപ്പൊ സി ഡി സ്ക്വയർ എങ്ങനെ കണ്ടുപിടിക്കും? 3.5 സ്ക്വയർ മൈനസ് 1.5. ഇത് രണ്ട് രീതിയിൽ കണ്ടുപിടിക്കാം. ആദ്യം 3.5 സ്ക്വയർ എടുക്കാം, പിന്നെ 1.5 സ്ക്വയർ എടുക്കാം. ഇത് രണ്ടും കൂടെ സബ്ട്രാക്ട് ചെയ്യുക. എന്നിട്ട് അപ്പൊ സി ഡി സ്ക്വയർ കിട്ടും. അപ്പൊ സി ഡി കണ്ടുപിടിക്കുക, റൂട്ട് എടുത്താൽ മതി. നേരെ എളുപ്പമാർഗം പറഞ്ഞു തരട്ടെ. ഇത് നിങ്ങൾ 8ാം ക്ലാസ്സിൽ പഠിച്ച ഒരു ഐഡന്റിറ്റിയുടെ രൂപത്തിലാണ് ഈ സാധനം കിടക്കുന്നത്. ഐഡന്റിറ്റി അറിയാവും. ഇതാണ് ഐഡന്റിറ്റി. എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ, എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ. അപ്പൊ അങ്ങനെയാണെങ്കിൽ വേണ്ടേ, ഇത് എക്സ് സ്ക്വയർ, ഇത് വൈ സ്ക്വയർ. പറഞ്ഞാട്ടെ. 35. 3.5 പ്ലസ് 1.5 ഇൻറ്റു സംശയമുണ്ടോ? ഇല്ല. 3.5നോട് 1.5 കൂട്ടണം. പറഞ്ഞാട്ടെ. 5 5 10. ശിഷ്ട 1, 3 1 4 1 5. 5 ഇൻറ്റു 3.5 നിന്ന് 1.5 കുറയ്ക്കണം. 5 5 കുറച്ചാൽ 0 പോയിന്റ്, 3 1 കുറച്ചാൽ 2. 5.0 എന്ന് പറഞ്ഞാൽ എത്ര? 5. 2.0യോ? 5 × 2. ഇത് ആരുടെ വിലയാ? സി ഡി സ്ക്വയറിന്റെ വില. ആരുടെ വിലയാണ്? അപ്പോൾ സി ഡി എത്ര കിട്ടും? സി ഡി ഈക്വൽ റൂട്ട് 10. സി ഡി ഈക്വൽ, അല്ലെങ്കിൽ സി ഡി ആര്? ഓൾട്ടിറ്റ്യൂഡ്. അത് സ്ക്വയറിന്റെ ആര്? വൺ സൈഡ്. സ്ക്വയറിന്റെ ഒരു വശം അല്ലേ? വൺ സൈഡ് ഈക്വൽ റൂട്ട് 10. അപ്പോൾ സ്ക്വയറിന്റെ ഏരിയ റൂട്ട് 10ന്റെ സ്ക്വയർ. റൂട്ട് 10ന്റെ സ്ക്വയർ എത്ര? 10. മനസ്സിലായില്ല? റൂട്ടുള്ള നമ്പറിന്റെ സ്ക്വയർ എടുത്താൽ ആരങ്ങ് പോകും? റൂട്ട് അങ്ങ് പോയിട്ട് ആ നമ്പർ അങ്ങ് എഴുതിയാൽ മതി.
റൂട്ട് 2ന്റെ സ്ക്വയർ 2, റൂട്ട് 3ന്റെ സ്ക്വയർ, റൂട്ട് 5ന്റെ സ്ക്വയർ, റൂട്ട് 7ന്റെ സ്ക്വയർ, അപ്പൊ റൂട്ട് 10ന്റെ സ്ക്വയർ. എളുപ്പമാണല്ലോ സംഗതി. ഓൾ സ്റ്റാൻഡപ്പ് ഒന്ന് വായിച്ചു നോക്കിയേ. ദേഹയ്ക്ക് മനസ്സിലായോ കണക്ക്? Yes, sir. സ്കൂളിൽ ഇപ്പൊ ഏത് ചാപ്റ്റർ പഠിപ്പിക്കുന്നേ? First year. ഇതിന്റെ പ്രോബ്ലം ഒക്കെ വേഗം ചെയ്യാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നുണ്ട് സാർ. അടുത്ത ക്വസ്റ്റ്യൻ എത്രാമത്തെയാണ്? 3. ക്വസ്റ്റ്യൻ നമ്പർ വായിച്ചാട്ട് എന്തോ ചോദ്യം? കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് ദ സ്ക്വയർ ആൻഡ് ദ ലെങ്ത് ഓഫ് ഇറ്റ് സൈഡ്സ് ഇൻ ഈച്ച് ഓഫ് ദ പിക്ചേഴ്സ് ബിലോ. അപ്പൊ നിങ്ങളുടെ പുസ്തകത്തിലെ പേജ് നമ്പർ 26 നിർത്തി വെച്ച് 26 കിട്ടോ. അവിടെ എത്ര ഫിഗർ ഉണ്ട്? 3 ഫിഗർ ഉണ്ട്. എത്ര ഉണ്ട്? അപ്പൊ ഞാൻ അതിലെ 1ാമത്തെ ഫിഗർ ഒന്ന് ബോർഡിലോട്ട് വരയ്ക്കാം. ഏത് ഫിഗറാണ്? എല്ലാരും ഫോട്ടോ കോപ്പി ആ ബുക്കിനകത്ത് വെച്ച് ബുക്ക് അടച്ചു വെച്ച് ഇങ്ങോട്ട് നോക്കിയിരുന്നാട്ടെ. വെച്ചോ? ബോർഡിലേക്ക് നോക്കിയിരിക്കൂ. ഇതാണ് 1ാമത്തെ ഫിഗർ ആണോടെ? അപ്പൊ ഞാൻ വേണ്ടി 1ാമത്തെ ഫിഗറിൽ വേണ്ടി ഇങ്ങനെ പേര് കൊടുക്കുന്നു. എ ബി സി ഡി ഇ എഫ്. പേരൊക്കെ അവർക്ക് ഇഷ്ടമുള്ള എന്ത് പേരും കൊടുക്കാം. ചോദ്യം എന്തുവായിരുന്നു? ഈ പടത്തിൽ കാണുന്ന സ്ക്വയറിന്റെ ഏരിയ കണ്ടുപിടിക്കണം. കൂടാതെ അതിന്റെ ഒരു സൈഡിന്റെ ലെങ്ത് എന്ത് ചെയ്യണം? അപ്പൊ യഥാർത്ഥത്തിൽ തിരിച്ചാ ചെയ്യേണ്ടത്. എങ്ങനെ? സൈഡ് ആദ്യം കണ്ടുപിടിക്കണം. അത് വെച്ചിട്ട് എന്ത് കണ്ടുപിടിക്കണം? സൈഡ് തന്നിട്ടുണ്ടോ ക്വസ്റ്റ്യനകത്ത്? ക്വസ്റ്റ്യൻ സൈഡ് തന്നിട്ടുണ്ടോ? അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കും? അപ്പോൾ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? വേണ്ടേ? ഇതാണ് നമ്മുടെ 1ാമത്തെ ട്രയാങ്കിൾ. 1ാമത്തെ നോക്കാം. ആ ട്രയാങ്കിൾ നമ്മൾ അങ്ങോട്ട് പരിഗണിച്ചു. എന്തോ ട്രയാങ്കിളിന്റെ പേര്? എ ബി സി. അതിന്റെ മെഷർമെന്റ് ക്വസ്റ്റ്യനിലുണ്ടോ? ഉണ്ട്. എത്രയ്ക്കാ? 1 മീറ്റർ. അങ്ങനാണെങ്കിൽ പൈതഗോറസ് തിയറം ചുമ്മാറൊന്ന് അപ്ലൈ ചെയ്താൽ ആരെ കിട്ടും? ഹൈപ്പോട്ടിന്യൂസ് ആയ ആരെ കിട്ടും? എ സിയെ കിട്ടത്തില്ലയോ? പറഞ്ഞാട്ടെ. ഹൈപ്പോട്ടിന്യൂസ് സ്ക്വയർ ഈക്വൽ ബേസ് സ്ക്വയർ പ്ലസ് ആരാണ് ഈ പടത്തിലെ ഹൈപ്പോട്ടിന്യൂസ്? എ സി. എ സി സ്ക്വയർ ഈക്വൽ ബി സി സ്ക്വയർ പ്ലസ് എ ബി സ്ക്വയർ. അറിയാവുന്നല്ലോ പറഞ്ഞേ. 1 സ്ക്വയർ പ്ലസ് ഈക്വൽ 1 പ്ലസ് 1 ഈസ് ഈക്വൽ ടു. ഇത് എ സി സ്ക്വയറിന്റെ വില. അപ്പൊ എ സിയുടെ വില റൂട്ട്. ഇതിനാർക്കെങ്കിലും സംശയമുണ്ടോ? ഇനി അവിടെ അടുത്തൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഉണ്ട്. അവിടെ അടുത്തൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ. എന്താണ് ആ റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ പേര്? എ സി ഡി. അതിനെ കുറിച്ച് എന്തെങ്കിലും വിവരം അറിയാമോ? പറഞ്ഞാട്ടെ. സി ഡി 1 മീറ്റർ. വേറെ ഒന്നും അറിയത്തില്ലേ? എ സി നമ്മളിപ്പോ കണ്ടുപിടിച്ചു. എത്രയാണ്? √2 ആണ്. ഇവിടെ വീണ്ടും നമുക്ക് എന്താ അപ്ലൈ ചെയ്യാം? പൈതഗോറസ് തിയറം. പറഞ്ഞാട്ടെ.
ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈക്വൽ ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. പറഞ്ഞാട്ടെ. എ ഡി സ്ക്വയർ ഇസ് ഈക്വൽ ടു സി ഡി സ്ക്വയർ പ്ലസ് എ സി സ്ക്വയർ. പറഞ്ഞാട്ടെ. വൺ സ്ക്വയർ വൺ സ്ക്വയർ വൺ റൂട്ട് ടുവിന്റെ സ്ക്വയർ ടു സ്ക്വയർ അല്ല 2. 1 + 2 ഈക്വൽ ഇത് ആരുടെ വിലയാ? എ ഡി സ്ക്വയറിന്റെ വില. അപ്പൊ എ ഡി എത്ര കിട്ടും? റൂട്ട്. ഓക്കെ. ഈ എ ഡിക്ക് ഈ പടത്തിൽ വേറെ എന്തെങ്കിലും റോൾ ഉണ്ടോ? നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്ന സ്ക്വയറിന്റെ ഒരു സൈഡ്, സ്ക്വയറിന്റെ പേരെന്തുവാ? ഡി ഇ എഫ് എ അല്ലേ? അതിന്റെ ഒരു സൈഡ് ഇപ്പൊ എത്ര എന്ന് കിട്ടി? റൂട്ട് 3 എന്ന് കിട്ടി. അപ്പൊ 1 സൈഡ് ഈക്വൽ റൂട്ട് 3. അപ്പോൾ ഏരിയ പരപ്പളവ് എന്തോ വരും? റൂട്ട് 3യുടെ സ്ക്വയർ. റൂട്ട് 3യുടെ സ്ക്വയർ എത്ര? 3 സെന്റിമീറ്റർ സ്ക്വയർ. ബുദ്ധിമുട്ടെന്തെങ്കിലും നോട്ട് നോക്കിക്ക് എങ്ങനെയാണ് എഴുതിയിരിക്കുന്നതെന്ന്. ദയക്ക് ഈ കണക്ക് മനസ്സിലായോ? മനസ്സിലായി. നോട്ടൊന്ന് വായിച്ചു നോക്ക. നമ്മുടെ ഫൈനൽ ആൻസറിന്റെ യൂണിറ്റിൽ വ്യത്യാസമുണ്ട്. സെന്റിമീറ്റർ സ്ക്വയർ അല്ല എന്തോ വരുന്നത്? മീറ്റർ സ്ക്വയറാ. കാരണം ക്വസ്റ്റ്യനിലെ അളവല്ല, മീറ്ററിലാണ് വന്നിരിക്കുന്നത്. എല്ലാവരും ബോർഡിലേക്ക് നോക്കാം. നിങ്ങൾ ആ പുസ്തകത്തിലെ ഫിഗർ നോക്കിയാൽ ഒന്നാമത്തെ ഫിഗറും രണ്ടാമത്തെ ഫിഗറും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ നോക്കിക്കും. എന്താ ബന്ധം? അതിനകത്തിലോട്ട് ഒരു റൈറ്റ് ആംഗിളിന്റെ ട്രയാംഗിളൂടെ വന്നേക്കുന്നില്ലേ? ഇത് 1 മീറ്റർ തന്നെയല്ലേ? എന്നിട്ട് ഇത് സൈഡ് ആക്കിക്കൊണ്ട് എന്ത് വരച്ചിരിക്കുന്നു? ഒരു സ്ക്വയർ വരച്ചേക്കുന്നു. ഓക്കെ. അപ്പൊ എ ബി സി ഡി ഇ എഫ് ജി. ഇവിടെ നോക്കി, ഇവിടെ നിങ്ങൾ ആദ്യത്തെ പാർട്ട് ചെയ്തപ്പോ നിങ്ങൾക്ക് എ സിയുടെ വില എന്തോ കിട്ടിയായിരുന്നു? തൊട്ടു മുമ്പത്തെ കണക്ക് ചെയ്തപ്പോ എ സിയുടെ വില എത്ര കിട്ടി? റൂട്ട് 2. എ ഡിയുടെ വില എത്ര കിട്ടി? അവിടെ വരെയല്ലേ കിട്ടിയത്? ആണോ? അപ്പൊ അങ്ങനാണെങ്കിൽ നമുക്ക് ഇനി അടുത്ത റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ എടുത്താൽ പോരായോ? അല്ലാതെ വീണ്ടും ഒന്നും രണ്ടുകൂടെ ചെയ്യേണ്ട കാര്യമുണ്ടോ? വേണ്ട. സാർ ഇവിടെ ശ്രദ്ധിച്ചിരിക്കും. നമ്മൾ അടുത്ത റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ എടുക്കും. എന്താണ് അടുത്ത റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ പേര്? ഡി ഇവിടെ തന്നെ നോക്കിയിരിക്കണം. അറിയാവുന്ന മെഷർമെന്റ് പറഞ്ഞാട്ടെ. ഡി ഇ 1. എ ഡി റൂട്ട് 3. എ ഡി. അങ്ങനെയാണെങ്കിൽ ചുമ്മാറൊന്ന് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്താൽ ആരുടെ വില കിട്ടും? എയുടെ വില കിട്ടത്തില്ലയോ? പറഞ്ഞാട്ടെ സ്റ്റെപ്പ്. ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ആരാണ് ഇവിടുത്തെ ഹൈപ്പോട്ടന്യൂസ്? എ ഇ സ്ക്വയർ ഈക്വൽ ഡി ഇ സ്ക്വയർ പ്ലസ് എ ഡി സ്ക്വയർ. ആണോ? വില പറഞ്ഞാട്ടെ. 1 സ്ക്വയർ പ്ലസ് റൂട്ട് 3യുടെ സ്ക്വയർ. 1 + 3 ഈക്വൽ അത് ആരുടെ വിലയാ? എ ഇ സ്ക്വയറിന്റെ വിലയാണ് 4. അപ്പൊ എ ഇ എത്ര കിട്ടും? റൂട്ട് 4. അല്ല, ഈ റൂട്ട് 4 എത്ര? റൂട്ട് 4 എത്ര? 2. റൂട്ട് 4 എത്രയാണ്? ഇപ്പോൾ കിട്ടിയ എ ഇ ആരാണ്? സ്ക്വയറിന്റെ സമചതുരത്തിന്റെ ഒരു വശമല്ലേ, ഒരു സൈഡല്ലേ? അപ്പൊ നമുക്ക് എന്ത് എഴുതി വെക്കാം? 1 സൈഡ് ഓഫ് ദ സ്ക്വയർ ഈക്വൽ എ ഈക്വൽ 2 മീറ്റർ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഏരിയ പരപ്പളവ് എന്തോ വരും? എ സ്ക്വയർ
2 സ്ക്വയർ ഈക്വൽ 4. ഇങ്ങനെ അന്ന് നോട്ടിൽ എഴുതിയിരിക്കുന്നത് നോക്കിക്കേ. അതേക്ക് മനസ്സിലായ കണക്ക്? Yes, sir. അവിടെ ചെറിയ തിരുത്തുണ്ട്. ആ √4 അവിടെ എത്ര ആക്കണം? √4 അവിടെ എത്ര ആക്കണം? √4 എന്നുള്ളത് എത്ര ആക്കണം? അവിടെ 2 എന്ന് എഴുതുക. √4 ഈക്വൽ 2 എന്ന് എഴുതുക. രണ്ട് എഴുതിയാലും ഒരേ ആൻസർ തന്നെ കിട്ടത്തുള്ളൂ. അല്ല, രണ്ട് എഴുതിയാലും ഒരേ ആൻസർ ഉണ്ട്. √4 വെച്ച് ചെയ്തിട്ട് ഏരിയ ചെയ്താലും ചെയ്താലും 2 വെച്ചിട്ട് ഏരിയ കണ്ടുപിടിച്ചാലും ഒരേ ആൻസർ തന്നെ കിട്ടത്തുള്ളൂ. കഴിഞ്ഞോ? ഹലോ, കഴിഞ്ഞോ? ഇതേക്ക് ക്ലിയർ ആയോ പ്രോബ്ലം? Yes, sir. ഓക്കെ. ഇനി അടുത്തൊരു പടം കൂടെ ഉണ്ട്. അപ്പൊ ഈ 1ഉം 2ഉം പടം വെച്ച് നോക്കിയാൽ മൂന്നാമത്തെ പടത്തിൽ എന്താണ് സംഭവം? ഇതിന്റെ മുകളിലോട്ട് ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ കൂടെ എക്സ്ട്രാ വരുന്നു. ഇതിന്റെ മുകളിലോട്ട് ബോർഡിലേക്ക് നോക്കാം എല്ലാവരും. ഇതിന്റെ മുകളിലോട്ട് എന്തുകൂടെ വരുന്നു? അടുത്ത ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ കൂടെ വരുന്നു അല്ലേ? ഇവിടെ 90 ഡിഗ്രി എഫ്. എന്നിട്ട് ഇത് സൈഡ് ആക്കിക്കൊണ്ട് എന്ത് വരച്ചിരിക്കുന്നു? ഹലോ, ഇത് സൈഡ് ആക്കിക്കൊണ്ട് എന്ത് വരച്ചിരിക്കുന്നു? ഒരു സ്ക്വയർ എഫ് ജി എച്ച്. ശ്രദ്ധിക്ക. നിങ്ങൾ ആദ്യത്തെ പാർട്ട് ചെയ്തപ്പോ നിങ്ങൾക്ക് എ സി എന്തോ കിട്ടി? ആദ്യത്തെ പാർട്ട് ചെയ്തപ്പോൾ എ സി എന്ത് കിട്ടി? √2. അവിടെ തന്നെ എ ഡി എന്തോ കിട്ടി? √3. അല്പം മുമ്പേ നിങ്ങൾ ചെയ്തപ്പോ ആരുടെ വില? എ ഇയുടെ വില √4. അതാണ് നിങ്ങൾ 2 എഴുതിയത്. ഇനി ചെറിയ ഐഡിയ ആണ്, നിങ്ങൾ നോക്കിയിരിക്കും. അങ്ങനാണെങ്കിൽ ഇനിയത്തേത് ഇത്രയും കുത്തിയിരുന്ന് മെനക്കെട്ട് കണ്ടുപിടിക്കേണ്ട കാര്യം ഐഡിയ ഉണ്ടോ? √2, √3, √4. അപ്പൊ അങ്ങനാണെങ്കിൽ ഈ നാലാമത്തെ ആളിന്റെ ഹൈപ്പോട്ടിന്യൂസായ എ എഫ് എന്ത് വരും? √5 ഇത് വരും. അപ്പൊ ഇനി അടുത്തൊരു പടം ഉണ്ടായിരുന്നെങ്കിലും √6. അടുത്തത് √5 എവിടെ കിട്ടിയോ? അല്ല, ഈ എ എഫ് എന്ന് പറയുന്നതേ നമ്മുടെ സ്ക്വയറിന്റെ ഒരു സൈഡാണ്. ആരാണ്? അപ്പോൾ അതിന്റെ ഏരിയ എന്ത് വരും? എ സ്ക്വയർ √5ന്റെ സ്ക്വയർ ഈക്വൽ 5 മീറ്റർ സ്ക്വയർ. എളുപ്പമല്ലേ സംഗതി? ആണോ? നോട്ടിൽ ഇങ്ങനെ അത് എഴുതിയിരിക്കും, നോക്കിയാട്ടെ. ആണ് അല്ലയോ? ഇതേക്ക് മനസ്സിലായോ? Yes, sir. അപ്പൊ അടുത്ത വർഷ ക്ലാസ്സോടുകൂടി നമ്മുടെ ചാപ്റ്റർ തീരുന്നതായിരിക്കും. എന്താണ്? ഇനി ക്വസ്റ്റ്യൻ നമ്പർ 4. ക്വസ്റ്റ്യൻ നമ്പർ എന്താണ്? ക്വസ്റ്റ്യൻ നമ്പർ 4 എന്ന് വായിച്ചാട്ടെ. ഫൈൻഡ് 3 ഫ്രാക്ഷൻസ്. 3 ഫ്രാക്ഷൻ കണ്ടുപിടിക്കണം. ആ ഫ്രാക്ഷൻ ഗ്രേറ്റർ ദാൻ ആരേക്കാൾ വലുതായിരിക്കണം? √2വിനേക്കാൾ വലുതുമായിരിക്കണം, √3യേക്കാൾ ചെറുതുമായിരിക്കും. എല്ലാരും കൂടെ നോക്കിയിരിക്കും. കഴിഞ്ഞ ദിവസം രാത്രിയിൽ പരീക്ഷ കഴിഞ്ഞിട്ടുള്ള ക്ലാസ്സിൽ നമ്മളൊരു 4-5-6 നോട്ട് എഴുതിക്കൊണ്ടുപോയിരുന്നു. അതിനകത്തിലെ ഒരു നോട്ട് എന്ന് പറയുന്നത് √2ന്റെ ഏകദേശ വില, അപ്രോക്സിമേറ്റ് വാല്യൂ 1.414 എന്ന് പറഞ്ഞുകൊണ്ടാ പഠിച്ചത്. ഞാൻ തൽക്കാലം അത് 1.4 എന്നെടുക്കുന്നു. 1. ഇനി ഇതുപോലെ √3ക്ക് ഒരു ഏകദേശ വിലയുണ്ടല്ലോ.
7 4 എന്ന് പറഞ്ഞ് തുടങ്ങുന്നു. നമ്മൾ ഇതിലെ 1.7 മാത്രം എടുക്കുന്നു. ഇത്രയും കാര്യം ക്ലിയർ ആയല്ലോ. ഈ 1.4നും 1.7നും ഇടയ്ക്കുള്ള ഒരു നമ്പർ പറഞ്ഞു. 1.5. 1.5 എന്ന് പറഞ്ഞാൽ 1.5 എന്ന് പറഞ്ഞാൽ 5ാം ക്ലാസ്സിലെ കാര്യം. 15/10. 15നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴല്ലേ 1.5 കിട്ടുന്നത്. 15 10 വെട്ടാൻ പറ്റൂ? എത്ര ഉണ്ട്? 5 കൊണ്ട്. 5 3 15, 5 2 10, 3/2 ആണോ? ഹലോ നസ്ര മാഡം ഇവിടെ ശ്രദ്ധിച്ചിരിക്കൂ. അടുത്ത ഒരു ഡെസിമൽ 1.6 പറഞ്ഞാട്ടെ. 16/10. 2 കൊണ്ട് വെട്ടി എഴുതിയാൽ 2 8 16, 2 5 10, 8/. അല്ല ഈ 1.7 സംതിങ് എന്ന് പറഞ്ഞ് ഇനി അങ്ങോട്ട് വിലയില്ലേ? അതിലെ 1.7 അല്ലേ നമ്മൾ എടുത്തിട്ടുള്ളൂ. അപ്പൊ അയാളെ നമുക്ക് എടുക്കാം. 1.7. 17/10. ഇതിന് വെട്ടി എഴുതാൻ പറ്റുമോ? ഇല്ല. അപ്പോ √2 വലുതും √3 ചെറുതുമായ ഫ്രാക്ഷൻസ് ഏതൊക്കെയാണ്? 3/2, 8/5, 17/. ഒരു സെക്കൻഡ്. ഓൾ സ്റ്റാൻഡപ്പ് ഒന്ന് വായിച്ചു നോക്കിയേ. ഇതേക്ക് മനസ്സിലായോ? Yes, sir.